ഇന്നൊരു മടക്ക് പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഉള്ളി ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സോയാ ചങ്ക്സ് ആണ്. ഒരു പിടിയോളം എടുക്കുക. അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത് മിക്സിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സോയാ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം അധികമായിട്ട് തന്നെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലും അതിലൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 2 പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും പണിയുള്ളൂ, നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ദോശ ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ബ്രെഡാണ്. അതൊരു 4 പീസോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം നെയ്യ്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കനം കുറച്ചിട്ട് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം. എന്നാൽ അത് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒറിഗാനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു 4-5 ലെയറൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 3 ലെയറിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഇതുപോലെ ആദ്യം ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു ദോശയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മാവാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മസാല നിറച്ചതിന് ശേഷം ഇതും ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മസാല ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാല തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്